മലയാളികൾ സുഭിക്ഷമായി ഓണം ഉണ്ണുന്ന സന്ദർഭത്തിൽ ചില കാഴ്ചകൾ ഒരുപക്ഷെ അറിയുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് കാണാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ കണ്ടിരിക്കണം. കേരളം എങ്ങനെ കേരളമായി എന്നതിന് പിന്നിൽ വിദേശത്തുള്ള ഒരുപാട് മനുഷ്യരുടെ അധ്വാനത്തിന്റെ കഥ കൂടിയുണ്ട്. അങ്ങനെ ഓണ ദിവസം നമ്മുടെ ചാനലിലെ ഫോളോവർ ആയിട്ടുള്ള ഒരു വ്യക്തി അവരുടെ വിദേശത്ത്, അതായത് ഷാർജയിലുള്ള ഓണാഘോഷത്തിന്റെ കുറച്ച് ദൃശ്യങ്ങൾ അയച്ചു തന്നു. നിങ്ങൾ കൂടി അത് കാണണം. കാര്യം, നമ്മൾ വീട്ടിൽ കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് വിദേശത്ത് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ അവരുടെ ഓണം ആഘോഷിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാകാം. എന്നിരുന്നാലും ചില കാഴ്ചകൾ നമുക്ക് മനസ്സിലൊരു ചെറിയ നോവ് പടർത്തും. അവരുടെ കൂട്ടായ്മകൾ എങ്ങനെയാണ് അരങ്ങേറുന്നത് നോക്കിയേ. ഒറ്റ ഒന്നും കൊടുക്കും. അപ്പൊ എല്ലാരോടും നമ്മളങ്ങോട്ട് നമ്മള് തുടങ്ങിയിട്ടില്ലേ? 2:08 ഇങ്ങോട്ടോ. അപ്പൊ ഓക്കെ. രാത്രി ഒന്നും എന്നെ കാണൂല. എന്റെ കട്ടിൽ നിലയുണ്ടോ കേട്ടോ. രാത്രി അപ്പൊ നിങ്ങൾ എപ്പോഴും പോവാ? വീട്ടുകാരില്ലാതെ ഒറ്റപ്പെട്ട് മറ്റൊരു രാജ്യത്ത് പോയി ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നവരാണ്. ആ നാട്ടിൽ ഓണം ഒരു പ്രധാന ആഘോഷമേ അല്ല. മലയാളികളെ സംബന്ധിക്കുന്നിടത്തോളമാണ് ആ ദിവസം ഏറെ പ്രധാനം. ആ നിലയ്ക്ക് അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് അവിടുത്തെ മലയാളി കൂട്ടായ്മകൾ ഒരേ മുറിയിൽ 8ഉം 10ഉം പേരും റൂം ഷെയർ ചെയ്ത് ജീവിക്കുന്നിടത്ത് അവർ അവരുടേതായിട്ടുള്ള ഒരു ഓണാഘോഷം സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. അതായത് സ്വന്തം നിലയ്ക്ക് ഭക്ഷണം പാകം ചെയ്ത് നമ്മുടെ നാട്ടിലെ കറികളെല്ലാം അവർ സ്വന്തം നിലയ്ക്ക് ഉണ്ടാക്കി അത് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ചില കെട്ടുപാടുകളുടെ കഥയുണ്ട്. അവർ അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് മറ്റു കുറെ മനുഷ്യരുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. ആ സന്തോഷം കിട്ടാൻ വേണ്ടി അവർ എങ്ങനെയാണ് സ്വയം ചുരുങ്ങുന്നതെന്നും ഓണമെന്ന ദിവസത്തെ അവഗണിക്കാൻ കഴിയാത്തത് കൊണ്ട് ഉള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് അവർ ആഘോഷിക്കുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ഇവിടത്തെ സുഖലോലുപത ജീവിതങ്ങൾ മറ്റൊരിടത്ത് നമ്മുടെ കൂടെയുള്ളവർ കഷ്ടപ്പെടുന്നതിന്റെ ഭാഗമാണെന്ന് ചിന്തിക്കുക. അവർ ഓണം ആഘോഷിക്കുന്നത് എങ്ങനെയെന്നും ആ ദിവസം കുടുംബമില്ലെങ്കിലും ഒപ്പമുള്ളവരോടൊപ്പം അവർ അത് ആഘോഷിച്ച് എങ്ങനെ നിർവൃതി അടയുന്നു, സംതൃപ്തി അടയുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കും ഒരു തിരിച്ചറിവുണ്ടാകണം. അതുകൊണ്ട് ആ മനുഷ്യരെ കൂടി ചിന്തിക്കുന്നതാകണം ഓണാഘോഷങ്ങൾ എന്ന് പറയേണ്ടി വരികയാണ്. വിദേശത്തുള്ള എല്ലാ പ്രവാസി മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഒപ്പം ഈ ദൃശ്യം അയച്ചു തന്ന വ്യക്തിക്ക് പ്രത്യേകിച്ചു.